ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് തമ്പാനൂരിൽ KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ യാത്ര ഇന്ന് തെങ്കാശിക്കാണ്. അങ്ങനെ ബസ്സിൽ കയറി ഓൺലൈൻ ടിക്കറ്റാണ് എടുത്തത്. ഈ ബസ് കാലത്ത് 5:55 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടും. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് ഈ നേരെ കാണുന്നതാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ബസ് സ്റ്റാൻഡ് ഇറങ്ങി വരുന്നത് കാണുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇപ്പോൾ സമയം 6 മണി. വീണ്ടും മുൻപോട്ട് പോയി. ആ ബസ്സിനകത്ത് ഇപ്പോൾ സിറ്റിംഗ് കപ്പാസിറ്റി ഒരു 35 ആളേ ഉള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വലിയ ബിൽഡിങ്ങാണ് ആര്യാസ് ഹോട്ടൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗവർണർ വസതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഒരു മനോഹരമായ കാഴ്ച. ഒരു 7-8 ബൈക്കുകൾ ഒരുമിച്ച് പോകുന്ന കാഴ്ചയായി കാണുന്നത്. അവരെവിടേക്കുമാണ് ടൂറ്. ആ ലൈറ്റൊക്കെ ഇട്ട്, ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട്, ഫോർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് യാത്ര. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗവർണർ വസതി. മനോഹരമായ കാഴ്ച. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ബസ് ഒരു ഹോട്ടലിനടുത്ത് നിർത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബസ് ഇപ്പം 2 മണിക്കൂർ ഓടിയതിന് ശേഷമാണ് ഈ ഹോട്ടലിന് മുന്നിൽ നിർത്തുന്നത്. ഇപ്പം ഏകദേശം സമയം 8 മണിയായി. ചായ ഉണ്ട്, പൊറോട്ട ഉണ്ട്, ദോശ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. കാലത്ത് തന്നെ ചിക്കൻ കറി ഉണ്ട്, ദോശ, ചട്നി, സാമ്പാർ അതുണ്ട്. ഞാൻ വാങ്ങിയത് ദോശയും കടലക്കറിയാണ്. നല്ല തിരക്കുള്ള ഹോട്ടലാണത്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ബസ് വീണ്ടും മുൻപോട്ട് പുറപ്പെട്ടു. ഈ സ്ഥലത്തിൻ്റെ പേര് ഓന്തുപച്ച എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോയി. അതിന് ഒരു ഹിൽ സ്റ്റേഷനിൽ കൂടിയാണ് പോകുന്നത്. ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് യാത്ര. കുറച്ച് ഫോറസ്റ്റിൻ്റെ അകത്തൂടെ. നല്ല വെയിലായി ഇപ്പോൾ ഇവിടെ ഉള്ളത് കേരളത്തിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ എസ് വളവിലെത്തി. ഇവിടുന്ന് കേരളം കഴിയും. ഇനി തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് തമിഴ്നാടാണ്, ബോർഡർ. ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് ബസ്സിന്. ഏറ്റവും തോന്നുന്നു നല്ല ലോറികൾ കേരളത്തിലേക്ക് കല്ലുകയറ്റി വരുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന്, തെങ്കാശി ഭാഗത്തുനിന്ന്. പിന്നെ ഇവിടുന്ന് മധുരയ്ക്കും പോവാം. അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കംപ്ലീറ്റ് പച്ച പുതച്ച് കിടക്കുന്ന മലകളാണ്. എന്താ സ്റ്റൈല്. ഈ ഒരു പാടമുണ്ട്, 2 സൈഡും പാടം. പാടത്തെ നടുക്കൂടിയാണ് ഈ ഹൈവേ പോകുന്നത്. ഇത് മധുര, ഡിണ്ടിഗൽ എവിടെ വേണമെങ്കിലും പോവാം. മുന്നിൽ പോകുന്നത് തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ടാണ്.
അങ്ങനെ ഏകദേശം തെങ്കാശി ബോർഡർ എത്താനായി. നമ്മുടെ ലെഫ്റ്റിൽ ബോർഡ് കണ്ടില്ലേ തെങ്കാശി. ഇവിടുന്ന് അങ്ങോട്ട് തെങ്കാശി ടൗൺ തുടങ്ങി. ഇവിടെ ഒരു തടാകം മാതിരിയുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് കാശി വിശ്വനാഥ ക്ഷേത്രം കാണുന്നത്. കാണുന്നത് തല ഉയർത്തി നിൽക്കുന്നത് കണ്ടില്ലേ, അതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ഇതേ പേരിൽ തന്നെ ഡൽഹിയിലുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം. രണ്ടും ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഇപ്പം അതിൻ്റെ അടുത്തേക്ക് ഇവിടുന്ന് 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. കണ്ടോ, സൂം ചെയ്തപ്പോൾ കാഴ്ചകൾ ആ ക്ഷേത്രത്തിലാണ്. നമുക്ക് ആദ്യമായിട്ട് ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. നല്ലോണം കേരള വണ്ടികളുണ്ട്. ഇനി നമ്മൾ തെങ്കാശി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡാണ് തെങ്കാശി ബസ് സ്റ്റാൻഡ്. ഈ ഫ്രണ്ട് കാണുന്ന ടാക്സി സ്റ്റാൻഡാണ്. ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അപ്പോൾ തെങ്കാശി ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ, കേരള വണ്ടികൾ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. കൊല്ലത്തു നിന്ന് ബസ് സർവീസ് ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്നുണ്ട്, തൃശ്ശൂരൊക്കെ ബസ്സുണ്ട്, കോട്ടയം ബസ്സുണ്ട്. പല സ്ഥലത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് ബസ്സുകൾ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ KSRTC. ആ ഫ്രണ്ട് കാണുന്നത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡാണ്. എല്ലാം ഒന്നിൻ്റെ അകത്ത് തന്നെ. കണ്ടോ, ബസ് നിർത്തിയിട്ട് കണ്ടോ, തമിഴ്നാടാണ്. ഓൺലൈൻ ബുക്കിങ്ങിലും കയറാം, അല്ലാണ്ടും കയറാം. ഇവിടുന്ന് ഇപ്പം കാര്യമായിട്ട് ഞാൻ കണ്ടത് ബസ്സിൻ്റെ കൊണ്ടുപോകുന്നത് പൂക്കളാണ്. ഇപ്പോൾ ഓണ സീസൺ ആയതിനെ കൊണ്ട് പൂക്കൾ. അത് കഴിഞ്ഞ് ഞാനൊരു ഓട്ടോ വിളിച്ചു അവിടുന്ന് തെങ്കാശി ക്ഷേത്രത്തിലേക്ക്, കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക്. ഇപ്പോൾ ഓട്ടോ ഡ്രൈവറെ സംസാരിച്ച് വാടകയൊക്കെ നിശ്ചയിച്ച് യാത്ര തുടങ്ങി. ഇവിടെ ബസ് സ്റ്റാൻഡിനകത്തൊക്കെ ഓട്ടോ വരും. ഞാൻ ഡ്രൈവറെ പേരെന്നാ ചോദിച്ച് ഡ്രൈവറായിട്ട് കുറച്ച് തമിഴൊക്കെ സംസാരിച്ച് വീണ്ടും യാത്ര തുടങ്ങി. മഴയുണ്ടോയെന്ന് ചോദിച്ച്. ചില ദിവസങ്ങൾ മഴ ഉണ്ടാകലുണ്ട്. കേരളത്തിലെ ചെറിയൊരു കാലാവസ്ഥ ഇവിടെ ഉണ്ടാകാറുണ്ട്. ഈ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ. തെങ്കാശി ജംഗ്ഷൻ എന്നും പറയുക ഈ കാണുന്നത്. ഓട്ടോറിക്ഷ സകല ഷോർട്ട് വഴികളിൽ കൂടിയാണ് യാത്ര പോകുന്നത്. ഇതവിടുത്തെ മാർക്കറ്റാണെന്നാണ് തോന്നുന്നത്. തെങ്കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ച് 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് തെങ്കാശി സ്ഥാപിതമായത്. വീരപാണ്ഡ്യൻ രാജാവിൻ്റെ ലിഖിതങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ഒരു നഗരമായ തെങ്കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ഹിന്ദു ദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്നു. തമിഴ് ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിൻ്റെ പാണ്ഡ്യ ഭരണാധികാരിയായ പരാക്യരാമ പാണ്ഡ്യൻ നിർമ്മിച്ചതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് മധുര നായ്ക്കളിൽ നിന്നും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി. ശിവനെ കാശിനാഥൻ എന്നും അദ്ദേഹത്തിൻ്റെ പത്നിയായ പാർവതി ദേവിയെ
മുല്ലക്കമ്മൻ എന്നു ആരാധിക്കുന്ന ഇവിടെ സുഖമായ ദർശനമൊക്കെ നടത്തി. നല്ല ദർശനമായിരുന്നു. ഒരു അരമണിക്കൂർ അവിടെ നിന്ന് നേരെ അതിൻ്റെ മുന്നിലത്തെ ഒരു ശ്രീ ശരവണ ഭവൻ ഹോട്ടലിൽ കയറി ഒരു നെയ്റോസ്റ്റിന് ഓർഡർ ചെയ്തു. തീരെ തിരക്ക് കുറവാണ്. ഒരു മണിക്കൂർ കൊണ്ട് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുക ഞാൻ. ഒരു നെയ്റോസ്റ്റ് വാങ്ങി. ഹോട്ടലിനകത്തൊക്കെ കുറച്ച് തിരക്കുണ്ട്. ഉച്ചയ്ക്ക് ചോറുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഒരു നെയ്റോസ്റ്റ് ഒരു ചായയും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഇനി യാത്ര കുറ്റാലം വാട്ടർഫാൾസിലേക്കാണ് ഇനി യാത്ര. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ബസ് കിട്ടണമെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ അതിനേക്കാട്ടും എളുപ്പം ഓട്ടോ വിളിച്ചിട്ട് 6 കിലോമീറ്റർ 140 റുപ്യ വാടക. ഇതൊരു എൻട്രൻസാണ് കുറ്റാലം വാട്ടർഫാൾസിൻ്റെ. അത് കഴിഞ്ഞ് ഓട്ടോ പിന്നെയും വീണ്ടും മുൻപോട്ട് പോയി അതിൻ്റെ അടുത്ത് വരെ. ഇത് കംപ്ലീറ്റ് കാണുന്നത് കായ് വറുത്തതും പിന്നെ കാരയ്ക്ക, ഒരു പ്രത്യേകതരം എണ്ണ, അതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളായി കാണുന്നത്. ചായ ഉണ്ട്, ചായക്കടകളുണ്ട് എല്ലാം. അതാണ് വാട്ടർഫാൾസ് ആ കാണുന്നത്. അതിമനോഹരമായ കാഴ്ച. നല്ല വെയിലുമാണ്. ഇതിൻ്റെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും മുൻപോട്ട് നടന്നു. ഈ സ്റ്റെപ്പ് കയറി തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ തെങ്കാശി പട്ടണത്തിനും ചെങ്കോട്ടയ്ക്കും ഇടയിലെ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് കുറ്റാലം. തമിഴിൽ കുറ്റാലം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 520 അടിയോളം ഉയരത്തിലാണ് ഈ സ്ഥലം. പശ്ചിമഘട്ടത്തിലെ പൊതിഗൈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 9 മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടുത്തേത് പ്രധാന ആകർഷണം. പിന്നെ നിരവധി ക്ഷേത്രങ്ങളും. കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം തകർത്ത് പെയ്യുമ്പോൾ മഴനിഴൽ പ്രദേശമായ ഇവിടെ നേർത്ത ചാറ്റൽ മഴയായിരിക്കും. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ഈ ചാറ്റൽ മഴ. അത് കഴിഞ്ഞ് ഒരു തോർത്തൊക്കെ എടുത്ത് ഒരു കുളി നടത്താൻ വേണ്ടി പോവാം മുൻപോട്ട്. നല്ല ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് ഇവിടെ. നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പം സമയം ഏകദേശം ഒരു 11:30-12 മണിയായിട്ടുണ്ടാവും. നല്ല വെയിലും. നല്ല ക്ലിയർ വാട്ടറാണ്. ഞാൻ വിചാരിച്ചു ചൂടുള്ള വെള്ളമായിരിക്കും. നല്ല തണുത്ത വെള്ളം, ഐസ് പോലത്തെ വെള്ളം. അവിടെ പോയിട്ട് തലയങ്ങ് വെച്ചു കൊടുത്ത അവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നല്ലോണം കുളിച്ച് ഒരു 1/2 മണിക്കൂർ അതിൻ്റെ അടിയിൽ പോയി തല വെച്ചു കൊടുത്തു. അതിശയം തോന്നുന്നു നല്ല വെയിലത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടം കാണുമ്പോൾ. എന്താ രസം കാണുമ്പോൾ തന്നെ. ചില ദിവസങ്ങൾ ഇവിടെ ചാറ്റൽ മഴ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഞാൻ പോയപ്പം ചാറ്റൽ മഴ ഇല്ലായിരുന്നു. ഇവിടെ സൈൻ ബോർഡുകളുണ്ട്. പഞ്ചായത്ത് ഓഫീസ്, ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ, എവിടെയൊക്കെ വേണമെങ്കിലും ഇവിടെ. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് വേഗം കുറ്റാലം ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന്. ഈ കുറ്റാലം ബസ് സ്റ്റാൻഡും ഈ വാട്ടർഫാൾസ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ തെങ്കാശിക്ക് പോകാൻ വേണ്ടി ബസ്സിന് വെയിറ്റ് ചെയ്യുക. ബസ് വന്നു. ബസ്സിൻ്റെ അകത്ത് കയറി
ഇനി തെങ്കാശി. നമ്മുടെ യാത്ര ഇവിടെ സമാപിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്